അങ്ങനെ തന്നെയാണ്. ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? നോക്കിക്കേ, തുടക്കത്തിലേ തന്നെ ഞാൻ കുറേ മീനിനെയൊക്കെ കാണിച്ചു തരാം കേട്ടോ. നല്ല ഭംഗിയുണ്ട്. നോക്കി ഗ്ലാസിൻ്റെ ഉള്ളിലൊക്കെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വർത്തമാനം പറയണ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഞാൻ പ്രത്യേകം എടുത്തതാണ്. അപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ട് ഇതെവിടെയാണ് ഈ സുന്ദരമായ സ്ഥലമെന്ന്. അത് ഓക്കെ, വെയിറ്റ് ചെയ്യൂ, ഞാൻ ഇപ്പം പറഞ്ഞുതരാം. ഇത് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള സ്വന്തം മ്യൂസിയമാണ് കേട്ടോ. സൂവും മറ്റേ മ്യൂസിയവും എല്ലാം അടുത്തടുത്താണ്. അപ്പോൾ അവിടെ ഒരു ഹിസ്റ്ററി മ്യൂസിയം ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട് മലപ്പുറത്തുള്ള എൻ്റെ സ്വന്തം, അവളെ പേരെന്താണ്, കുരിപ്പ് ഫാത്തിമ, പക്ഷെ ഞാൻ വിളിക്കുന്നത് പാത്തു എന്നാണ്. അപ്പോൾ പാത്തു അവളുടെ മോണ്ടസറി കോഴ്സ് ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ തിരുവനന്തപുരത്തോട്ട് വന്നപ്പോൾ ഞാൻ പോയി കണ്ടപ്പോഴുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. നോക്കിക്കേ, എൻ്റെ പുറകിലുള്ള സ്കെൽറ്റണയൊക്കെ വെച്ചിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നമ്മുടെ മോഹൻലാലിൻ്റെ ഒരു പഴയ സിനിമയിൽ അലീന എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടൊക്കെ ഇട്ട് റീൽസ് ഇടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രഹസനം ഗൈസ്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞാനും പാത്തും കൂടെ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ശരിക്കും ഗൈസ്, ഈ ഒരു ഹിസ്റ്ററി മ്യൂസിയം ഇല്ലേ, ട്രിവാൻഡ്രത്താണെങ്കിലും മ്യൂസിയത്തിൽ വന്നിട്ടുണ്ട്, ദെൻ സൂവിൻ്റെ അകത്തൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ഹിസ്റ്ററി മ്യൂസിയം ഞാൻ ഫസ്റ്റ് ടൈമാണ് വിസിറ്റ് ചെയ്യണേ. അപ്പോൾ 40-50 രൂപ അത്രയോ അതിൻ്റെ അകത്ത് ഫെയർ. പക്ഷെ അതിനിടയ്ക്ക് ഒരു കോമഡി ഉണ്ടായി ഗൈസ്. എന്നെ കണ്ടിട്ട് ആ ചേച്ചി പറയാം, ആർ യു ഫോറിനർ? ഞാൻ പറഞ്ഞു ഇല്ലല്ലോ. എന്തിനാണ് ചോദിച്ചതെന്ന് വെച്ചാൽ ഫോറിനേഴ്സിന് സെപ്പറേറ്റ് റേറ്റ് ആണെന്ന്. എന്ത് കഷ്ടമാണോ നോക്കിയേ. സോ എന്തായിരുന്നാലും ഞാനും പാത്തും കൂടെ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തുള്ളിലോട്ട് കയറിയപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ എല്ലാം കാണാൻ. ആദ്യമേ തന്നെ കുറേ പലതരത്തിലുള്ള കൾച്ചറിനെ കാണിക്കണ, എന്താ പറയുക, ഓരോരോ സ്റ്റേറ്റിലെയും ഡ്രസ്സിങ്ങും, പിന്നെ പണ്ടത്തെ ഈ കണ്ടില്ലേ, ഇത് കാണുന്നതൊക്കെ 4 കെട്ടാണ് കേട്ടോ. അമ്മച്ചിമാരൊക്കെ പണ്ട് ബ്ലൗസ് ഒന്നും ഇല്ലാതിരുന്നല്ലേ. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ കുരിപ്പ് ഫോൺ മേടിച്ച് അവളായിരുന്നു കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തത്. അപ്പോൾ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് നന്നായിട്ട് കാണാം. കാരണം കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ തലകുത്തി നിൽക്കണ വീഡിയോസൊക്കെ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുക. അതുകൊണ്ട് മക്കളെ ദയവ് ചെയ്ത് ഒന്നും തോന്നരുത്, ക്ഷമയോടെ ഇരുന്ന് കാണണം, ഓക്കെ. അപ്പോൾ അവളിത് ഇവിടെ നിന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ അത് മ്യൂട്ട് ചെയ്തിട്ട് ജസ്റ്റ് അത് വേറെ സെപ്പറേറ്റ് ഒരു വീഡിയോ ആക്കി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ട്. മേ ബി നിങ്ങളത് കാണാൻ ചാൻസ് ഉണ്ട്. ഞാൻ പിന്നെ ഈ ട്രെയിൻ പോലെ ചറപറാന്ന് മാരി ഇടുന്നതല്ലേ. നോക്കിക്ക്, അവിടെ ആ കണ്ണാടി കൂടിൻ്റെ അകത്ത് നമ്മുടെ കേരള സ്റ്റൈലിലെ ട്രഡീഷണലിലെ ഒരു ചേച്ചിയിലേക്ക് ഒരുക്കി നിർത്തിയിട്ടുണ്ട്. ഒറിജിനലല്ല, വെറും പാവയാണ്. ഇത് 4 കെട്ട്. അപ്പോൾ അതിൻ്റെ ചുറ്റും ഞങ്ങളിങ്ങനെ നടന്ന് നോക്കുമായിരുന്നു. പിന്നെ ഇത് പലതരത്തിലുള്ള കലാരൂപം, കഥകളി, കുച്ചിപ്പിടി, അങ്ങനത്തെയൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ കഷ്ടപ്പെട്ട എൻ്റെ വ്ളോഗിന് വേണ്ടിയിട്ട് എന്നെ ഒന്ന് കാണിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അവളത് തലകുത്തി കൊണ്ട് നിർത്തിയിരിക്കുന്നു. ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ, അതാണ് ദേ വന്നുകൊണ്ടിരിക്കുന്നത്. ഈശ്വര, ഇവളുടെ കയ്യിൽ ഫോൺ കൊടുത്താലുള്ള കുഴപ്പം ഇതാ, ഒരു കണ്ണാടി വെച്ച് ഓടി നടക്കുമായിരുന്നു. പാവാട്ടോ, ഭയങ്കര ലവ്ലി ഗേളാണ് പാത്തു. അപ്പം പാത്തുവിൻ്റെ കൂടെ പോയപ്പോൾ എടുത്ത വീഡിയോസാണ്. ആക്ച്വലി ഞാൻ ഷോർട്ട് വീഡിയോസ് ഇടാമെന്ന് കരുതിയിട്ടാണ് വീഡിയോ ഇങ്ങനെ വെർട്ടിക്കലിലെടുത്ത്. പിന്നെ ഞാൻ വിചാരിച്ചു ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല എന്ന് കരുതിയിട്ട് ഞാൻ നിൽക്കണണ്ടില്ലേ, ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അവിടെ നോക്കിയപ്പോൾ ഈ കുറേ മാനിൻ്റെയും കുറേ മൃഗങ്ങളുടെയൊക്കെ ഈ എന്നാ പറയുക, അത് എന്തോ ചെയ്ത് വെച്ചിരിക്കണം. അതിന് കറക്റ്റ് പേരെനിക്ക് പറയാൻ വരുന്നില്ല. പല ജീവികളുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴാ ജീവികൾ കുറേ എണ്ണം ശരിക്കും ഇല്ല ഗൈസ്. ഇതൊക്കെ കണ്ടതുകൊണ്ടാണോ ഇങ്ങനെയും കുറേ ജീവികൾ, മൃഗങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നോ എന്ന് വരെ അറിയാൻ സാധിച്ചത്. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. ഈ പഠിക്കുന്ന പിള്ളേർക്ക്, ഹിസ്റ്ററി സബ്ജക്റ്റായിട്ട് എടുത്തവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. സോ വൺസ് എങ്കിലും ട്രിവാൻഡ്രത്തുള്ളവരായിരുന്നാലും ട്രിവാൻഡ്രത്തിന് പുറത്തുള്ളവരായിരുന്നാലും കം ആൻഡ് വിസിറ്റ് ദിസ് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം. എന്തൊക്കെ പൊട്ടത്തരങ്ങളെ ഞാൻ വിളിച്ച് പറയണേ, എല്ലാം കൂടെ എന്നെ എയറിൽ കയറ്റാതിരുന്നാൽ മതി. അപ്പോൾ അകത്തെല്ലാം നോക്കി പോയപ്പോൾ കുറേ മൃഗങ്ങളുടെയൊക്കെ ഇങ്ങനെ എല്ലും കഷ്ണമില്ലേ, എന്നാ പറയുക, എല്ലും കഷ്ണത്തിന് ഇംഗ്ലീഷിൽ എന്താ പറയുക, സ്കെൽട്ടൻ, അതൊക്കെ കൂടെ അവിടെ വച്ചേക്കണം. ഇവളെന്ത് കാണിക്കാമെന്ന് നോക്കിക്കേ ഗൈസ്. എൻ്റെ പിന്നാപ്പുറമൊക്കെ എടുത്ത് വെച്ചിരിക്കണം. ഇവിടെ ഞാനൊരു ഓട്ടിക്കും. എൻ്റെ കയ്യിൽ നിന്ന് ഫോണും മേടിച്ചിട്ട് മര്യാദയ്ക്ക് ഞാൻ എടുത്ത് തരാം ചേച്ചീന്ന് പറഞ്ഞിട്ട് അവളെടുത്ത വീഡിയോ ആണത് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഗൈസ്. ഈ വീഡിയോയ്ക്കും ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ലാഹേ. അങ്ങനെ പല ശിലാരൂപം എന്ന് തോന്നുന്ന വിധം പലതരത്തിലുള്ള ആനിമൽസിൻ്റെ കൊമ്പും അതൊക്കെ ഇങ്ങനെ എന്നാ പറയുക, പ്രിസേർവ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇപ്പോഴാണ് ആ വേർഡ് കിട്ടിയത്. പിന്നെ ഇതാണ് നമ്മുടെ സ്വന്തം പാത്തു. ഇവളെന്നെ കുറേ കളിയാക്കി കേട്ടോ. അവിടെ ഒരു എന്നാ മരപ്പട്ടിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതിനെങ്ങനെ എന്താ പറയുക, ജീവനുള്ളതായിരുന്ന ഒരു സംഭവത്തിന് അതേപോലെ അവിടെ കൊണ്ട്
ഇങ്ങനെ വെച്ചിരിക്കുക. ആക്ച്വലി അവിടെയാണ് ഞാൻ ആദ്യമായിട്ടൊരു മരപ്പെട്ടീനെ കാണുന്നത് ഗൈസ്. ഇവൾ എന്നെയും അതിനെയും കൂടെ ചേർത്ത് കമ്പയർ ചെയ്യുമോ സെയിം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഭയങ്കര സ്പോർട്സ്മാൻ സ്പിരിറ്റൊക്കെ ഉള്ളത് കൊണ്ട് അതൊക്കെ ആ ഒരു ഇതിലേ എടുത്തുള്ളൂ. പിന്നെ എന്താ പറയുക, പാവമല്ലേ, മലപ്പുറത്ത് നിന്ന് വന്നൊന്ന് ഇവളെ ഇടിച്ച് ചമ്മന്തിയാക്കാനുള്ളതായിരുന്നു ഞാൻ. ദെൻ വേറെ എന്താ, പിന്നെ കുറേ സംഭവങ്ങളൊക്കെ ഈ ഒരു ലാബ് പോലത്തെ ഒരു സംഭവം കണ്ടു കേട്ടോ നമ്മൾ കുറച്ചുകൂടെ പോയപ്പോൾ. അപ്പോൾ അതിനുള്ളിൽ ഇങ്ങനെ അതിനെ ഒരു സ്പെസിമെന്നിലൊക്കെ മുക്കി വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കുറേ പാമ്പുകൾ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഏഴജന്തുക്കളുടെയൊക്കെ. പിന്നെ അതും കഴിച്ച് കുറേ ഇങ്ങോട്ട് പോയപ്പോൾ പണ്ടത്തെ കുറേ വാച്ചുകളും മറ്റ് സംഭവങ്ങളും അവാർഡുകൾ പിന്നെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ എനിക്കിത് കറക്റ്റായിട്ട് മലയാളത്തിൽ പറയാൻ വരുന്നില്ല ഗൈസ്. ഈ പണ്ടത്തെ കുറേ അവാർഡുകളൊക്കെയാണ് മെയിനായിട്ടുള്ള. അപ്പോൾ അതൊക്കെ വെച്ചിരിക്കുന്നത് ഇതൊക്കെ അവളെടുത്ത വീഡിയോ കേട്ടോ, സത്യമായിട്ട് അവളെടുത്ത വീഡിയോയാണ്. പിന്നെ പണ്ട് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, പിന്നെ പഴയ കല്ലുകൾ, അതൊക്കെ അവിടെ ഈ ഗ്ലാസ് പെട്ടിക്കകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഓരോ സ്ഥലത്തും നന്നായിട്ട് വെളിച്ചം ഉണ്ടായിരുന്നു കേട്ടോ, ലൈറ്റ്. അത് സെൻസറായിരുന്നു, നമ്മൾ അതിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ ലൈറ്റ് കത്തും, അപ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതിനിടയ്ക്ക് കണ്ടില്ലേ, ഞങ്ങൾ കുറേ നടന്നിട്ട് റെസ്റ്റ് എടുക്കുമ്പോഴുള്ള ഒരു വീഡിയോ ആണ് ഇത്. അവളുടെ കണ്ണിലെ പൊടി പോയിട്ട് ഇരുന്ന് തിരുമ്മിക്കൊണ്ടേയിരിക്കണം. ഫോട്ടോ എടുക്കാനെന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരുങ്ങി കെട്ടി വരും ആ തേണ്ടി പരീക്ഷ. പിന്നെ കുറേ സംഭവത്തിനൊക്കെ നോക്കി വീണ്ടും നമ്മൾ ഇങ്ങോട്ട് പോകണ സ്കെൽട്ടൺ ഗാലറിയിലൊന്നും തോന്നുന്നു കേട്ടോ. അതാണ് നിങ്ങൾ കാണിച്ചത്, സ്കെൽട്ടൺ ഗാലറിയിൽ. അപ്പോൾ എല്ലാം കൂടെ കുറേ സംഭവങ്ങളൊക്കെ ഞാൻ മാക്സിമം ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ട്രിവാൻഡ്രത്തുള്ളവരായിരുന്നാലും ഇനിയിപ്പോൾ വേറെ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരായിരുന്നാലും ഒരിക്കലെങ്കിലും വന്ന് മ്യൂസിയത്തെ ഈ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ഒന്ന് വിസിറ്റ് ചെയ്യുക കേട്ടോ. ഇതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും, നൈസാണ്. സോ ഡോണ്ട് മിസ് ഇറ്റ്. ദെൻ നമ്മളവിടെ കുറേ നേരം ഇരുന്നപ്പോൾ ഭയങ്കരമായിട്ട് വിശന്നു. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, വല്ലതും കഴിക്കണം. അവൾക്കാണെങ്കിൽ വയറുവേദന കാരണം ഒന്നും വേണ്ട. പിന്നെ ഞാൻ മാത്രം എങ്ങനെ ചോറ് കഴിക്കാമെന്ന് കരുതിയിട്ട് ഞാൻ എന്താ ഓർഡർ ആക്കിയ കോഫി വേറെ എന്താ ഫ്രഞ്ച് ഫ്രൈസും കൂടെ ഓർഡറാക്കി അവിടെ പോയി ഇരുന്നതിന് ശേഷം ആ ചേട്ടൻ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിച്ചു, ബായോ റെഡിയായെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളതെല്ലാം കഴിച്ചു. കണ്ടല്ലേ, മ്യൂസിയത്തിൻ്റെ എൻട്രൻസ് ആണ് അവിടെ ആട്ടോ ഇങ്ങനെ സൂവിലോട്ട് പോകുന്നത്. സൂവിൻ്റെ അകത്ത് പോകണമെന്നൊക്കെ വിചാരിച്ചു, പിന്നെ മടിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ ജനിച്ച നാളെ തൊട്ടേ എത്ര പ്രാവശ്യം സൂവിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടെന്ന് ഒരു ബോധവുമില്ല, അത്രത്തോളം കയറിയിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ വേറെ എപ്പോഴെങ്കിലും പോകാമെന്ന് കരുതി. ദെൻ ഈ ഫ്രഞ്ച് ഫ്രൈസൊക്കെ അതും കോഫിയെ കുടിച്ച് കുറേ കഴിഞ്ഞപ്പോൾ വീണ്ടും വിശന്നു. സോ പാത്തുൻ്റെ ഒരു ഫ്രണ്ട് വന്നപ്പോൾ നമ്മൾ 3 കൂടെ പാളയത്തുള്ള സംസം ഹോട്ടലിൽ പോയി നല്ല ഫ്രൈഡ് റൈസ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനൊക്കെ കഴിച്ചു. ബാക്കി വന്ന് ചില്ലി ചിക്കൻ ഞാനത് പാർസലാക്കി എടുത്തു, കാരണം എനിക്ക് ഫുഡ് വേസ്റ്റ് ചെയ്യണ ഇഷ്ടമില്ല. അതെന്തായിരുന്നു കൊണ്ടുപോയി അന്ന് രാത്രി പൊറോട്ടേൻ്റെ കൂടെ കഴിച്ചു എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഗൈസ്. ഇനി ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടേ പറ്റൂ, പാവമല്ലേ ഞാൻ. സോ അതും കഴിഞ്ഞ് ഞാൻ നേരെ പോയത് ബട്ടൺസ് ആൻഡ് ബ്രൂസ്, അത് പേട്ടയാണെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ പോയി ഒരു കോഫിയും കുടിച്ച് നേരെ വീട്ടിലോട്ട് പോയി. സോ ബൈ ഡിയർ.